ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പലയിടങ്ങളിലും നേരിട്ടത്. ഇന്നും ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായപ്പോൾ കല്യാണുള്ള ഒരു പൊതുപരിപാടിയിൽ മന്ത്രി പ്രസംഗിച്ചത് തനിക്കെതിരെയുള്ള ഇത്തരമുള്ള പ്രതിഷേധങ്ങളെ കാണുന്നത് ഒരു പൂച്ചണ്ട് കിട്ടുന്നത് തുല്യമായിട്ടാണ്. കാരണം ഇത് ആരോഗ്യ കേരളം മെച്ചപ്പെട്ട ആരോഗ്യ കേരളത്തിനെതിരായിട്ടാണ് ഈ പ്രതിഷേധമെങ്കിൽ ഈ പ്രതിഷേധങ്ങൾ ഈ കരിങ്കൊടിയെ ഒരു പൂച്ചണ്ട് ആയിട്ടാണ് കാണുന്നത് എന്ന് മന്ത്രി പ്രസംഗിക്കുകയും അതിന് കയ്യടി ലഭിക്കുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇന്നത്തെ മന്ത്രിയുടെ അവസാനത്തെ പരിപാടിയും കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലെത്തി മടങ്ങിപ്പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തുള്ള പ്രതിഷേധം വരുമ്പോഴും മന്ത്രി ആ പ്രതിഷേധക്കാരെ കാണുമ്പോൾ പറയുമ്പോൾ ഇവിടെയും പ്രതിഷേധമുണ്ടല്ലേ എന്ന തരത്തിൽ തന്നെയാണ് സംസാരിച്ചു തുടങ്ങുന്നത്. പക്ഷെ പെട്ടെന്നാണ് ആ പ്രതിഷേധം ശക്തി പ്രാപിക്കുന്നത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉച്ചയോടുകൂടി പെരിങ്ങോട്ട് ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയ യൂത്ത് ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അവിടെ CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്ന വലിയ തരത്തിലുള്ള ദൃശ്യങ്ങളും വാർത്തകളും പ്രചരിച്ചുകൂടി വളരെ പ്രകോപനമാണ് അല്ലെങ്കിൽ അതിലൊരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾക്കാൾ കൂടുതൽ തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മർദ്ദനമേറ്റു അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു മർദ്ദനം തങ്ങളുടെ പ്രവർത്തകർക്ക് ഏറ്റു എന്നതുകൂടി ഈ പ്രതിഷേധത്തിന് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇന്ന് രാവിലെ മുതലുണ്ടായ ഈ 5-6 പ്രതിഷേധങ്ങളെക്കാൾ കൂടുതൽ ശക്തി പ്രാപിച്ചൊരു പ്രതിഷേധമായി ഈ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധം മാറി. അതിനുശേഷം മന്ത്രി വന്ന് കെട്ടിപ്പിടിച്ച് ഇത് പരിഹാരം പറഞ്ഞ് നമ്മൾ ആ ഒരു സമരം അവിടെ നിർത്തിക്കുക. അപ്പം അരമണിക്കൂർ നേരം സംസാരിച്ചിട്ട് നമ്മളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു നമുക്ക് ഇത്രയും നഷ്ടങ്ങളുണ്ട്, അതിനൊരു നഷ്ടപരിഹാരവും ഇത് ചെയ്തവർക്ക് ഒരു ശിക്ഷാ നടപടി നിർബന്ധമായി വേണം, അത് ഉറപ്പ് തന്നിട്ടാണ് അവിടുന്ന് മന്ത്രി അവിടെ എല്ലാവരും ഉണ്ട്, നിങ്ങളടക്കം മീഡിയക്കാരടക്കമുള്ള ഒരു സ്ഥലത്ത് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂരും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ